ഹലോ, ഇന്ന് നമുക്ക് കല്യാണ വീട്ടിൽ നിന്നും കിട്ടുന്ന നല്ലൊരു അടിപൊളി ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. നല്ല മസാലയോട് കൂടിയ നല്ല സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ എന്താ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തു. അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് 4 സവോള നീളത്തിൽ നൈസായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ബ്രൗൺ കളർ ആവോളം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് സവോള മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ മുന്തിരിയും ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്താൽ മതിയാവും. അടുത്തതായി അതേ എണ്ണയിലേക്ക് തന്നെ 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടിയും ഇട്ട് വറുത്തെടുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പരന്ന പാത്രത്തിലേക്ക് അതേ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 10 സവോള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത് കൂടിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് തീ സിമ്മാക്കിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അടപ്പം തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് സവോള നല്ലപോലെ ഒന്ന് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ചതച്ചതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 3 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. അവസാനമായി 10 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ പൊടികളായിട്ട് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 5 തക്കാളിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇവിടെ ഇപ്പം മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിയിലയും പുതിന ഇലയും ഓരോ പിടി വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ മൂപ്പിച്ച് കോരി വെച്ച സവോള, അത് 1 പിടി ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വെള്ളം ഉണ്ടായിരിക്കണം. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വയ്ക്കാം. നല്ലപോലെ വറ്റിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ചാറോട് കൂടിയിട്ടാണ് ഇത് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു അതുകൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇവിടെ ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഇനി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെന്ത് വരട്ടെ. മുഴുവൻ വേവേണ്ടതില്ല, ഒരു 90% വെന്ത് വന്നാൽ മതിയാവും. അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസോളം ഓയിലും 1/4 ഗ്ലാസോളം വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം.
ഈ സമയം കൊണ്ട് നമ്മുടെ മസാലയുടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒരു തവണ ചോറിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പിൻ്റെ ഇല, അതുപോലെ ഗരം മസാലപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് അതുപോലെ കുറച്ച് ക്യാരറ്റും നൈസായിട്ട് അരിഞ്ഞത് കൂടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെയ്യും കൂടിയും ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും 2 ടേബിൾ സ്പൂൺ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പിന്നെയും സവോളയും അണ്ടിപ്പരിപ്പും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും അവസാനം മുകളിലായി ചോറ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടപ്പിട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് കുറച്ച് കനൽ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് അങ്ങനെ ദമ്മായിട്ട് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഒരു 25 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഞാൻ ദമ്മ് പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല പാകത്തിന് റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പാകത്തിന് വെന്ത് അധികം ഒട്ടുകയും ചെയ്യാതെ അങ്ങനെ പാകത്തിനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നിങ്ങളിതുവരെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബായ്.